അപ്പോൾ നമ്മുടെ ഈ ഇന്ന് മാതൃദിനം മാത്രമല്ല, ഇന്ന് നഴ്സുമാരുടെ ദിനം കൂടിയാണ്, നഴ്സസ് ഡേ ആണ്. ഈ ദിനത്തിൽ നമ്മളോടൊപ്പം ഒരു നഴ്സ് കൂടി ചെയ്യുന്നുണ്ട്. നഴ്സ് പേരെന്ന് പറയും? ജൽസ. ജൽസ. ഓക്കെ, ഈ ഒരു ദിനം നാടെങ്ങും ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ അഭിമാനം തോന്നുന്നു. കാരണം കഴിഞ്ഞ 20 വർഷമായി നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് മറ്റു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ എപ്പോഴും കിട്ടുന്നത്. പേഷ്യൻസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെ ഒരു വ്യക്തി വരുന്നു, ആ വ്യക്തിയെ, അതായത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വന്നാൽ എന്താണ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്, അതാണ് ഓരോ രോഗിയിലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതും. ആ രീതിയിലാണ് കൺസിഡർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വരുന്ന രോഗി നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് അല്ലേ? ഉറപ്പായിട്ടും അതെ. കാരണം വാങ്ങിക്കുന്ന മെഡിസിൻ തന്നെ ഞങ്ങൾ എന്ത് കൊടുക്കുന്നു എന്ന് അവർക്കറിയില്ല, ഞങ്ങൾ കൊടുക്കുന്നു. അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നതിൽ തിരിച്ചൊരു മറുചോദ്യമില്ലാതെ. കാരണം ഇപ്പം നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു മെഡിസിൻ എടുത്താൽ ചോദിക്കും, സിസ്റ്റർ അത് എന്താണ്, എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇത്രയും ചോദ്യത്തോട് കൂടെയാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ അതായത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഈ ഒരു ചോദ്യമില്ല. അത്രയും വിശ്വാസം നമ്മൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോരുത്തരും കിടക്കുന്നത്. കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, മറുചോദ്യമില്ലാതെ. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മളിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരസ്പര വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ആശംസകൾ സിസ്റ്റർ. അപ്പോൾ ശരിക്കും ഈ ഒരു ദിനത്തിൽ ഇത് തന്നെയാണ്, അവർ നമ്മളെ വിശ്വസിക്കുകയാണ്, അതോടൊപ്പം തന്നെ നമ്മൾ അർപ്പിക്കുകയാണ് നമ്മളുടെ ജീവിതം അവരെ തന്നെ വിശ്വസിച്ച്. വളരെ സന്തോഷം. എല്ലാവർക്കും ആശംസകൾ.